And then we are going to test relay satellites at 1812 with plus or minus 2 minute correction. Copy? 1812. And please monitor the activation. It's going to be activated via command radio link. Copy. 1820 is the end of the compass using satellites. Copy. And you were hearing some interpreted conversations of the crew on board the Soyuz spacecraft as they complete some communications checkouts, and that comes following the orbital insertion and launch of the Soyuz MS-29 spacecraft and its crew. Just under 20 minutes ago, again, that liftoff of a Soyuz 2.1A booster carrying the Soyuz MS-29 spacecraft with NASA astronaut Neil Menon and Roscosmos cosmonauts Pyotr Dubrov and Anna Kikina aboard occurred on time at 9:47 a.m. Central Time, 10:47 a.m. Eastern Time, which was 7:47 p.m. in Baikonur from Launch Pad 6, Site 31 in the Cosmodrome in Kazakhstan. All three stages operated as expected during an 8-minute, 46-second ride to place Soyuz in its preliminary orbit where it is now. The Soyuz spacecraft has now begun a short 2-orbit chase to arrive at its final destination, the International Space Station. Docking today is scheduled for 12:56 p.m. Central Time, 1:56 p.m. Eastern Time, with live NASA coverage beginning at 12:10 p.m. Central Time, 1:10 p.m. Eastern. We will follow that up with live coverage of hatch opening and welcoming remarks beginning at 2:30 p.m. Central Time, 3:30 p.m. Eastern Time. Until then, this is Mission Control Houston. യെസ്, മിഷൻ കൺട്രോൾ ഹ്യൂസ്റ്റണിൽ നിന്നുള്ള സംപ്രേഷണം അവസാനിച്ചിരിക്കുന്നു. അതായത് ഓർബിറ്റൽ ഇൻസർഷൻ പൂർത്തിയായിരിക്കുന്നു, അല്ലേ ശ്രീജ? അങ്ങനെ തന്നെയാണ്. കൃത്യമായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ 9 മിനിറ്റ് സമയം ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ, 8 മിനിറ്റ് 45 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ കൃത്യമായി അത് ഓർബിറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അടുത്തത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് അതിൻ്റെ അത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ചെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഹാച്ച് ഓപ്പണിംഗ് ഘട്ടത്തിലാണ് സംപ്രേഷണം ഉണ്ടാവുക. എന്തായാലും മിഷൻ വിജയകരമായിരിക്കുന്നു സോഫാർ. അതാണ് അത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതുവരെ ഉള്ള കാര്യങ്ങൾ പ്രൊഫസർ പി എസ് ശോഭൻ കൂടി അത് വിവരിക്കും. പ്രൊഫസർ ശോഭൻ, ഈ ഘട്ടം വിജയകരമായിരിക്കുന്നു, എന്തെല്ലാമാണ് അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ഈ ഘട്ടം വിജയകരമായിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ സോളാർ പാനലുകൾ വിടർന്നിട്ടുണ്ടാവും, ആൻറ്റീന ഓപ്പറേഷനായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ ഒരു 240 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സർക്കുലർ ഓർബിറ്റിലാണ് സാറ്റലൈറ്റ് ഉണ്ടാകേണ്ടത്, ഫ്ലൈറ്റ് പ്ലാൻ അനുസരിച്ച്. കാരണം നമുക്കിപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് അനുസരിച്ച് ക്ലിയർ ആയിട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഫ്ലൈറ്റ് പ്ലാൻ അതാണ്. അത് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റും. അവിടെ നിന്ന് അതിനെ ഫേസിങ് ഓർബിറ്റിലേക്ക് മാറ്റും. ഒരു ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം, ഇത്തവണത്തെ അതാണ് സോയിസിൻ്റെ സാധാരണ രീതിയിലുള്ള പ്ലാൻ, 3 പ്രാവശ്യം ഓർബിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെയായിരിക്കും ഇത്തവണ അത് പോകുന്നത്. അതിനുശേഷം ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ISSനെ ഫോളോ ചെയ്യണം, ISSനെ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ അതിന് ചില സമയക്രമങ്ങൾ, ഒരു വിൻഡോ നമ്മളെപ്പോഴും ചൂസ് ചെയ്യും. ആ വിൻഡോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ISSുമായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഈ നമ്മുടെ ബൈക്കന്നൂർ കോസ്മോഡ്രോം അല്ലെങ്കിൽ എയർ സ്പേസിന് തൊട്ട് മുകളിൽ ISS വരുമ്പോഴാണ് ഇത് ഇജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് വിക്ഷേപിക്കുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഒരു ISSനുമായിട്ട് സമാന്തരമായിട്ടുള്ളൊരു പാതയിലൂടെ ഈ സാറ്റലൈറ്റിന് സഞ്ചരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ മാന്യൂറിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓർബിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ എളുപ്പമാകും. വലിയ ആംഗിൾ സെപ്പറേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓർബിറ്റ് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. ഇതിന് ശേഷം ഇത് ഈ ഫേസിങ് ഓർബിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ISSുമായിട്ട് സംഗമിക്കുക എന്നുള്ളതാണ്. ISSുമായിട്ട് സംഗമിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ISSുമായിട്ട് ഒരു ലൈനിലെത്തണം. ISS ഏകദേശം 27,000 കിലോമീറ്റർ
പെർ അവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഏകദേശം 7.8 അങ്ങനെ ഒരു കിലോമീറ്ററിൽ ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഗതയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യണം. അതിനെ ഫോളോ ചെയ്ത് അതുമായിട്ട് ഒരു ലൈനിൽ എത്തണം. അതിൻ്റെ സൈഡിലുള്ള റോക്കറ്റുകളൊക്കെ അതിൻ്റെ ട്രോളിങ് ഒഴിവാക്കണം. കൃത്യമായിട്ട് ഒരേ ലൈനിൽ വന്നിട്ട് ഇത് ഡോക്ക് ചെയ്യണം. ആ ഡോക്കിങ്ങിന് ഡോക്കിംഗ് പ്രോബ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഈ സോയിസിന്. ഈ ഡോക്കിംഗ് പ്രോബ് ISS-ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് അലൈൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. സോയൂസിലൊരു പ്രത്യേക ക്യാമറ ISS-ഒരു ഗൈഡിങ് സിസ്റ്റത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ലൈനിലാകും എന്നുള്ള രീതിയിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പേടകം വളരെ ഇത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, അതായത് ആപേക്ഷിക വേഗത കുറച്ച് കൊണ്ടുവന്ന് വളരെ സ്മൂത്തായിട്ട് ഇതിനെ ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് നാളെ രാവിലെ നടക്കാൻ പോകുന്ന കാര്യം. ആ ഡോക്കിങ് പറയുന്നത് സോഫ്റ്റ് ഡോക്കിംഗ് എന്നാണ്. അതിനുശേഷം സോഫ്റ്റ് ഡോക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ സോയൂസിലുള്ള ഹുക്സ് ഉണ്ട്, ഒരു 8ഓളം ഹുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡോക്കിംഗ് ഫേമായിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്പേസ് സ്റ്റേഷനുമായിട്ട് ഇത് സംഗമിക്കും. അതിന് പറയുന്നത് ഹാർഡ് ഡോക്കിംഗ് ആണ്. അപ്പോൾ ഡോക്കിംഗ് 2 തലത്തിലാണ് നടക്കുക. സോഫ്റ്റ് ഡോക്കിംഗ് ഉണ്ട്, വളരെ സ്ലോയിൽ ചെന്ന് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രോബ് കയറുന്ന ആ ഒരു പ്രോസസ്സ്. ഈ ഹാർഡ് ഡോക്കിംഗ് കഴിഞ്ഞിട്ട് വേണം പിന്നെ അത് ഇലക്ട്രിക്കൽ കണക്ഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും ISS-ഉമായിട്ട്. അതിനുശേഷമാണ് ഇതിനകത്ത് ലാച്ച് ഓപ്പൺ ചെയ്തുകൊണ്ട് കോസ്മോനോട്ട്സ് അല്ലെങ്കിൽ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് നടക്കേണ്ടത്. തീർച്ചയായിട്ടും.